നമുക്ക് പ്ലാനിംഗ് പ്രോസസ്സിൽ അടങ്ങിയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാനിങ്ങിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും ഫീച്ചേഴ്സും ഒക്കെ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും പോയി കാണാം. പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സെറ്റിംഗ് അപ്പ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ഗോൾ അഥവാ ലക്ഷ്യം എന്താണെന്ന് നിർണ്ണയിക്കുന്നു. ഒരു പ്ലാൻ എഫക്റ്റീവ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വളരെ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലും ക്ലിയർ ആയിട്ടും അവതരിപ്പിച്ചിരിക്കണം. ഇത് ലോങ് ടേം ആവാം അല്ലെങ്കിൽ ഷോർട്ട് ടേം ആവാം. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ടൈം റെഡ്യൂസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഈ പ്രൊഡക്ഷൻ അവർ റെഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാവും. പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിമൈസസ്. ഫ്യൂച്ചറിൽ എന്ത് നടക്കുമെന്ന് നമുക്കൊരിക്കലും അറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് പ്ലാനിങ്. അങ്ങനെ നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്യണം. അതായത് ഫ്യൂച്ചറിൽ എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ഇപ്പോഴേ സങ്കല്പിക്കണം. നമ്മൾ ഈ സങ്കല്പിക്കുന്ന കാര്യങ്ങളാണ് പ്ലാനിംഗ് പ്രിമൈസസിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ്റെ ഗോൾ സെറ്റ് ചെയ്യുന്നതും പ്രിമൈസസ് അസ്യൂം ചെയ്യുന്നതും കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇതൊരു എക്സാമ്പിളിൽ കൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ടാവും. നമുക്ക് ബസ്സിൽ പോവാം, കാറിൽ പോവാം, സൈക്കിൾ ഓടിച്ചു പോവാം, അല്ലെങ്കിൽ നടന്നു പോവാം. അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. ഇങ്ങനെ ഓർഗനൈസേഷൻ്റെ ഒരു ഗോളിലേക്ക്, നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഒരു ഗോളിലേക്ക് എത്തിപ്പെടാൻ ഉള്ള വഴികൾ കണ്ടെത്തലാണ് ഈ സ്റ്റെപ്പ്. ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ കണ്ടെത്തിയ ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് ഉണ്ടല്ലോ, അതിൽ ഏതാണ് ബെറ്റർ എന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ഇത്. നമ്മൾ തിരഞ്ഞെടുത്ത പ്ലാനിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഇതിൽ ഇവാലുവേറ്റ് ചെയ്യും. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഈ സ്റ്റെപ്പിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത ഓൾട്ടർനേറ്റീവ് കോഴ്സിൽ നിന്നും ബെനിഫിറ്റ് കൂടിയതും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള ബെസ്റ്റ് പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ഫോളോ അപ്പ് ഓഫ് ആക്ഷൻ. നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത പ്ലാനിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ, അത് കറക്റ്റായിട്ട് തന്നെയല്ലേ പോകുന്നത്, അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന സ്റ്റേജാണിത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.